മണ്ടഞ്ചിറ കപ്പേള മുതൽ പാലം വരെയുള്ള കോൺക്രീറ്റ് കട്ട വിരിച്ച റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ മണ്ടഞ്ചിറ കപ്പേള മുതൽ പാലം വരെയുള്ള തകർന്ന് തരിപ്പണമായ റോഡ് കോൺക്രീറ്റ് കട്ട വിരിച്ച് പുനർനിർമ്മിച്ച് നാട്ടുകാർക്ക് സമർപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡിലെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ പി രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം ഉപയോഗിച്ചാണ് പണി പൂർത്തീകരിച്ചത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജോസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ മുഖ്യ അതിഥിയായിരുന്നു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗം കൃപ, ജെയ്സൺ, വിനീഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കമ്പനിപ്പടിയിൽ നിന്നും ആൽപ്പാറയിൽ നിന്നും മഞ്ഞക്കുന്ന് തെക്കുംപാടം പ്രദേശങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. നമ്മുടെ പഞ്ചായത്തിലെ തദ്ദേശ റോഡുകളുടെ ഒരു സ്ഥിതി ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ അടിയന്തരമായി ഒരു പരിശോധന നടത്തി CMLRPയിലുള്ള റോഡുകൾ ഏതാണ്ട് ഒരു മാതിരിയൊക്കെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഇനി അപൂർവമായി പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത് റോഡ് പണിയാൻ പറ്റിയ ഏറ്റവും നല്ല സീസണാണിത്. സത്യത്തിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള പ്രയാസം ചെറുതല്ല. മെയ് മാസം അവസാനത്തിൽ തുടങ്ങിയ മഴയാണ്. നവംബർ വരെ ഞാനത് മഴയുടെ ഒരു പൊതുസ്ഥിതി കണ്ട് അതുകൂടി നോക്കുന്ന വകുപ്പിന്റെ മന്ത്രിയാണെന്നുള്ളത് കൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് തന്നെ പറഞ്ഞു, ഈ മഴ നമ്മളെയും കൊണ്ടേ പോകൂ. കാരണം വലിയ തരത്തിലുള്ള പണം റോഡ് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ PWD റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നുണ്ട്. കണ്ണാറ മൂർക്കനിക്കര റോഡ് കഴിഞ്ഞ ഒരു 6 മാസക്കാലമായി അതിൻ്റെ എഗ്രിമെന്റ് തയ്യാറാക്കി എല്ലാം ഒപ്പിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് വഴിയിൽ വെച്ച് നിർത്തേണ്ടി വന്നു. കാരണം കാനകളുടെ നിർമ്മാണം പറ്റുന്നില്ല, കൽവർട്ടുകൾ നിർമ്മിക്കാൻ പറ്റുന്നില്ല. എപ്പോൾ തുടങ്ങിയാലും അതിഭീകരമായിട്ടുള്ള മഴ. ഒരു മാസമാണെങ്കിൽ മഴ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ കോഡ് ഓഫ് കോണ്ടാക്റ്റും ആയിരുന്നു. ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടാക്റ്റ് മാറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് റോഡുകളുടെ നിർമ്മാണം വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണെന്നുള്ളത് കൊണ്ട് അത് വേഗതയിലാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്.